ക്യാരറ്റ് കൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി കഴിക്കേണ്ട കറി. ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും തയ്യാറാക്കാൻ തോന്നുന്ന റെസിപ്പി. അത്രയ്ക്ക് ടേസ്റ്റിയാണ്, ഈസിയാണ്, സിമ്പിളാണ്. ഇത് തയ്യാറാക്കാനായിട്ട് 3 ചെറിയ ക്യാരറ്റ് ക്ലീനാക്കി കനം കുറച്ച് അരിഞ്ഞ് മാറ്റി വെക്കുക. ചൂടായ ഓയിലിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കറിവേപ്പില, 2 പച്ചമുളക് എന്നിവയിട്ട് കുറച്ച് നേരം വഴറ്റണം. ക്യാരറ്റിൻ്റെ ഒരു പച്ചച്ചുവ മാറാനാണ് ഇങ്ങനെ വഴറ്റുന്നത്. അത് മസ്റ്റായിട്ടും ചെയ്യണം. വഴന്ന് കഴിയുന്നതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ ഇത് വേകാൻ ആവശ്യമായ വെള്ളം അത്ര ഒഴിച്ചിട്ട് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക. വെള്ളമൊക്കെ വറ്റിയെങ്കിലും ഒഴിച്ചു കൊടുക്കണം. കുറച്ചുകൂടെ വേകാനുണ്ട്. കുറച്ച് ഉപ്പിടുക. നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കുക. ഈ സമയം മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 ടീസ്പൂൺ കുരുമുളക് മസ്റ്റായിട്ടും ചേർക്കണം. അതാണ് ഇതിൻ്റെ കറിക്കൊരു ഫ്ലേവർ കൊടുക്കുന്നത്. കുരുമുളകിൻ്റെ അളവൊക്കെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അരയ്ക്കാൻ ആവശ്യമായ വെള്ളമൊഴിച്ച് നന്നായി അരച്ച് മാറ്റി വെക്കുക. വീണ്ടും കറിയുടെ അടപ്പ് തുറന്ന് നോക്കുക. ക്യാരറ്റ് ചെക്ക് ചെയ്യുക. ഇപ്പം വെള്ളമെല്ലാം വറ്റി ക്യാരറ്റ് വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ക്യാരറ്റ് സോഫ്റ്റ് ആകണം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിക്കുക. ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടി ഒഴിച്ച് ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തിളപ്പിക്കണം. ഈ സമയം 1 കപ്പ് തൈര് തേങ്ങ അരച്ച മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക, മാറ്റി വെക്കുക. നമ്മൾ വീണ്ടും ക്യാരറ്റിൻ്റെ അടപ്പ് തുറന്ന് നോക്കുക. ഇപ്പം തിളച്ചെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ച തൈര് ചേർക്കുക, നന്നായി ഇളക്കുക. ഇനിയും വറവിനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുക. കൂടെ കുറച്ച് ഉലുവ ഇല്ലെങ്കിൽ ഉലുവാപ്പൊടി ഇട്ടാലും മതി. അതുപോലെ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, അത് ഓപ്ഷനിലാണ്, താല്പര്യമെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ലേശം മുളക് പൊടിയോ അല്ലെങ്കിൽ വറ്റൽമുളകോ ചേർക്കുക. കൂടെ കറിവേപ്പില നന്നായി ഇളക്കിയിട്ട് ഇത് കറിയിലേക്ക് ചേർക്കുക. വളരെ ടേസ്റ്റിയും പോഷകഗുണമുള്ള കറി തയ്യാറായി. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ക്യാരറ്റിൻ്റെ ഒഴിച്ചുകറി ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ തോന്നും. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കി നോക്കുക. ക്യാരറ്റിൻ്റെ ചെറിയ മധുരവും തൈരിൻ്റെ പുളിയും കുരുമുളകിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ ചേർന്ന ഈ കറി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.